ഉഷാറാണ്. നേരെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ മക്കളെ എന്തെല്ലാം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സത്യം പറഞ്ഞാല് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ പ്രവാസിയാണെന്ന് വിചാരിച്ച് വന്നല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഖത്തറിൽ വന്നത്. പുതിയൊരു രാജ്യത്ത് പോയി ആ രാജ്യമെല്ലാം എക്സ്പ്ലോർ ചെയ്യാലോ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഏതോ മലയും കാട്ടിലേനുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാല് ബിർക്കത്തിലെ കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു ധാരണയില് ഞാനും ഫെറിലും ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ബിർക്കത്ത്. നമ്മളെ ബിർക്കത്ത് എന്ന് വെച്ചാൽ ഹൈടെക് ആണ്, എല്ലാം സെറ്റപ്പ് ഒക്കെ ഉള്ള സംഭവമാണ്. നിങ്ങളൊന്നും വിചാരിക്കുമ്പോഴല്ല ദോഹയിലൊന്നും കിട്ടാത്ത ഫുഡൊന്നും ഇവിടെ കിട്ടൂല. അപ്പൊ നമ്മള് ഒരു മലയാളി എന്ന നിലക്ക് അങ്ങനെ നമ്മൾ സിൽവാനിൽ കയറിയാണ്. സിൽവാൻ എന്നാണ് നമ്മളെ ഷോപ്പിന്റെ പേര്. സത്യം പറഞ്ഞാൽ ഫെറിന്റെ ചെലവേനു, അതുകൊണ്ട് വലിയ ചെലവൊന്നുമില്ലല്ലോ നമുക്ക്. ജസ്റ്റ് പോയിട്ട് ഫുഡിന്റെ വീഡിയോ ഒക്കെ എടുത്താല് നൈസായിട്ടൊരു കണ്ടന്റ് ആയി, നമുക്കൊരു ഫുഡും കിട്ടി. അപ്പൊ അങ്ങനെ പോയതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു സാലഡ് കിട്ടി ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് എന്താന്ന് വെച്ചാല് ബട്ടർ ചിക്കനും ബീഫ് റോസ്റ്റും ബട്ടർ നാനും ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ബട്ടർ ചിക്കൻ ആയിരുന്നു ട്രൈ ചെയ്തത്. ബട്ടർ ചിക്കൻ ഒരു നല്ല സാധനം തന്നെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് നാട്ടിൽ നിന്നാണ് ബട്ടർ ചിക്കൻ കഴിച്ചത്. ഇവിടെ വന്നതിന് ശേഷം ബട്ടർ ചിക്കൻ കഴിച്ചില്ല. നാട്ടിലത്തെ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സെറ്റപ്പാന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഒരു എബോവ് ആവറേജ് ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയാം. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച ഒരു ബീഫ് റോസ്റ്റ് ആയില്ല. അതായത് നമ്മുടെ ടിപ്പിക്കലി ഉള്ള ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫെല്ലാം നല്ല ജ്യൂസി ഒക്കെ ആയിരുന്നു. മസാല ഒരു കുറവാന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫും പൊറാട്ടയും കഴിച്ചു നോക്കി. കാരണം നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ ബീഫും പൊറാട്ടയും. ബീഫ് ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ പൊറാട്ടയാണ്. പൊറാട്ട പക്ഷെ ഭയങ്കര ലോ ആയിരുന്നു. ഒരു ആവറേജ് പൊറാട്ട ആയിട്ടുള്ളൂ. നമ്മളെ ഒരു അടിച്ച പൊറാട്ട അല്ല, ഒരു മൊരിഞ്ഞ പൊറാട്ട ഒന്നുമില്ല. ടോട്ടലി സംഭവം ഫുഡൊക്കെ സെറ്റാണ്. നമ്മളൊരു എന്താ പറയുക, നാട്ടിൽ അതേ ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആകെ ഇത്രയാണ് ബില്ലൊക്കെ ആയത്. ആകെ 24 റുപ്യ ആയിട്ടുള്ളൂ. സിൽവാനിൽ ഫുഡൊക്കെ കഴിച്ച് സിൽവാനിൽ നമ്മളെ ബോസിനോട് സലാമൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ നേരെ പോയി ഫുഡ് സിറ്റി കയറിയിട്ട് ഡ്യൂ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്യൂ വാങ്ങി. പിന്നെ നമ്മളെ ചങ്ങായിന്റെ ഒപ്പം പണിയെടുക്കുന്നതായിരിക്കും ഷവർമ ആണെന്ന് വിളിച്ചറിഞ്ഞു. ഷവർമ വാങ്ങി നമ്മള്. ഡെമസ്കോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു ഷവർമ വാങ്ങിയത്. അങ്ങനെ നമ്മൾ നേരെ റൂം പോയി കിടന്നിറങ്ങി. അപ്പൊ ഇത്രയൊക്കെയാണുള്ളൂ. ഇനി ഏതെങ്കിലും ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.